വെൽക്കം ടു നെക്സ്റ്റ് ലെക്ചേഴ്സ്. നമ്മൾ തൊട്ട് മുന്നാകെ പ്രോസസ് ടു കമ്പൽ അപ്പിയറൻസ് നോക്കി. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് അത് നോക്കിയത്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോസസ് ടു കമ്പൽ പ്രൊഡക്ഷൻ ഓഫ് തിങ്സും വളരെ ഷോർട്ട് ആയിട്ടാണ് നോക്കുന്നത്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ അല്ലെങ്കിൽ ഒരു ഇൻക്വയറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ട്രയലിന്റെ ഭാഗമായിട്ട് ചില ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസോ അല്ലെങ്കിൽ ചില തിങ്സോ ഒരു വ്യക്തിയിൽ നിന്ന് ആവശ്യമായിരിക്കും. അപ്പം ആ വ്യക്തി അത് വോളണ്ടറിലി പ്രൊഡ്യൂസ് ചെയ്യാത്ത സാഹചര്യത്തിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ കോർട്ടിന് ലീഗൽ പ്രോസസ്സ് വഴി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് കമ്പൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്ന ഏതൊക്കെ മെത്തേഡ് വഴിയാണ് ഇങ്ങനെയുള്ള തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ് കമ്പൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് നോക്കുന്നത്. നമുക്ക് 3 മെത്തേഡ് ആണുള്ളത്. സമൻസ് ഇഷ്യൂഡ് ബൈ കോർട്ട്, റിട്ടൺ ഓർഡർ ബൈ ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ, സെർച്ച് ആൻഡ് സീഷർ വിത്ത് എ വാറന്റ് ആൻഡ് വിത്തൗട്ട് എ വാറന്റ് ആണ്. ഫസ്റ്റ് സമൻസ് ഓർ റിട്ടൺ ഓർഡർ സെക്ഷൻ 94 ഓഫ് ദ സംഹിതയാണ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെയോ ഇൻക്വയറിയുടെയോ ട്രയലിൻ്റെയോ ഭാഗമായിട്ട് ഒരു ഡോക്യുമെൻ്റോ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ ആവശ്യമാണ്. അപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ കോർട്ടിന് അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ഇൻചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷന് ഒരു സമൻസോ റിട്ടൺ ഓർഡർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. കോർട്ടിന് ഒരു സമൻസും പോലീസ് ഓഫീസറിന് ഒരു റിട്ടൺ ഓർഡറും ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ കോർട്ടിനും പോലീസ് ഓഫീസറിനും ഒരു സമൻസോ റിട്ടൺ ഓർഡറോ ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ദാറ്റ് മീൻസ് എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റിനെ റിലേറ്റ് ചെയ്യുന്ന പബ്ലിഷ് ചെയ്യാത്ത ഒഫീഷ്യൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റൽ അല്ലെങ്കിൽ ടെലിഗ്രാഫ് അതോറിറ്റിയുടെ കീഴിലുള്ള ലെറ്റർ ടെലിഗ്രാമുകൾ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കോർട്ടിനോ പോലീസ് ഓഫീസറിനോ ഒരു സമൻസോ റിട്ടൺ ഓർഡറോ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സെക്ഷൻസ് കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ആണെങ്കിൽ ഓർഡർ പ്രൊഡക്ഷൻ ചെയ്യും. ഈ മേലത്തെ 2 സാഹചര്യങ്ങളും അതാണ് നമ്മുടെ അണ്ടർ സെക്ഷൻ 95 ഓഫ് BNSS പറയുന്നത്. പിന്നെ നമ്മുടെ അർജന്റ് ആയിട്ടുള്ള കേസസിലാണെങ്കിൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ പോലീസ് കമ്മീഷണർ ആണെങ്കിൽ ഈ പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് അതോറിറ്റിയോടാണെങ്കിൽ ഈ ഐറ്റം ആണെങ്കിൽ ഡീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറയും. ഒരു ഫോർമൽ ഓർഡർ വരുന്നിടം വരെ ഈ ഐറ്റം ഡീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറയും. ഒരു കേസിലോ റിലേറ്റിംഗ് ടു സമൻസ് ഓർ റിട്ടൺ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് ശ്യാംലാൽ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 94 കീഴിൽ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആവുന്നത്, അതിൻ്റെ അകത്ത് അക്യൂസ്ഡ് ഓൺ ട്രയലിൽ ഉള്ള ആ അക്യൂസ്ഡ് ഇൻക്ലൂഡ് ആവുന്നില്ല. അപ്പം നമ്മുടെ ഈ കോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഒരു അക്യൂസ്ഡിനോട് ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കമ്പൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നാണ് ഈ കേസിൻ്റെ അകത്ത് ഹെൽഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നുണ്ട് സെക്ഷൻ 94 ഓഫ് ദ സംഹിത പ്രകാരം ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ അക്യൂസ്ഡ് ഓൺ ട്രയൽ ഇൻക്ലൂഡ് ആവുന്നില്ല എന്നുള്ളത്. ഓക്കെ, സെർച്ച് വിത്ത് എ വാറന്റ് ആണ്. വാറന്റോട് കൂടി സെർച്ച് നമ്മുടെ ഈ കോർട്ട് ഓർഡർ ചെയ്യുന്ന സാഹചര്യങ്ങൾ. ഇപ്പം നമ്മുടെ കോർട്ടിന് ഒരു സെർച്ച് വാറന്റ് ഓർഡർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇനി നോക്കുന്നത്. അണ്ടർ സെക്ഷൻ 96 ഓഫ് ദ സംഹിതയാണ്. ഇപ്പൊ കോർട്ടിന് തോന്നുകയാണ് കോർട്ടിന്റെ ഒരു സമൻസോ ഓർഡറോ ആ വ്യക്തി കംപ്ലൈ ചെയ്യത്തില്ല അല്ലെങ്കിൽ ഒബേ ചെയ്യത്തില്ല എന്ന് കോർട്ടിന് തോന്നുകയാണ്. അതുപോലെ കോർട്ടിന് തോന്നുകയാണ് ഈ വ്യക്തിയുടെ കയ്യിൽ കോർട്ടിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റോ തിങ്ങോ ഉണ്ട്, അദ്ദേഹം അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജനറൽ സെർച്ച് ആണെങ്കിൽ എവിഡൻസിന് വേണ്ടി നെസസറി ആണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കോർട്ട് സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അടുത്തത് സെർച്ച് വാറന്റ് ബൈ മജിസ്ട്രേറ്റ് ആണ്. സെക്ഷൻ 97 ഓഫ് ദ സംഹിതയാണ്. ഇപ്പോൾ ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കൗണ്ടർഫീറ്റ് കോയിൻസ്, ഫാൾസ് സീൽ, ഇതൊക്കെ സെർച്ച് ചെയ്ത് സീസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ എബോവ് ദ റാങ്ക് ഓഫ് കോൺസ്റ്റബിളിനെ നമ്മുടെ മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഒരു സെർച്ച് വാറന്റ് കൊടുത്തിട്ട് ഓതറൈസ് ചെയ്യും സെർച്ച് നടത്താൻ വേണ്ടി. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഫോർ ഫീച്ചർ ഓഫ് സെഡീഷ്യസ് ഓർ ഒബ്സീൻ പബ്ലിക്കേഷൻ
അണ്ടർ സെക്ഷൻ 98 ഓഫ് ദ സംഹിതയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇപ്പൊ തോന്നുകയാണ് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്കിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സെഡീഷ്യസ് ആയിട്ടുള്ള കാര്യം പബ്ലിഷ് ആവുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ആ ന്യൂസ് പേപ്പറോ ബുക്കോ ഫോർഫീറ്റ് ചെയ്യാൻ വേണ്ടി ഡിക്ലെയർ ചെയ്യാം. ദാറ്റ് മീൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി. ഈ പോലീസിനാണെങ്കിൽ ഈ ന്യൂസ് പേപ്പർ ബുക്ക് സീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കേസിൽ മജിസ്ട്രേറ്റിനും ചില സാഹചര്യത്തിൽ മജിസ്ട്രേറ്റിനും ആണെങ്കിൽ സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യാം ഈ ഐറ്റംസിന് വേണ്ടി. ഇനി അടുത്ത റെമറി ഫോർ അഗ്രീവ്ഡ് പേഴ്സൺ സെക്ഷൻ 99 ഓഫ് ദ സംഹിതയാണ്. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ന്യൂസ് പേപ്പറോ ബുക്കോ ഫോർഫീച്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ഫോർഫീച്ചർ നോട്ടിഫിക്കേഷന് എതിരെയായിട്ട് ഹൈക്കോർട്ടിൽ വിതിൻ 2 months ഈ അഗ്രീവ്ഡ് പേഴ്സണ് റെമഡിക്ക് വേണ്ടി പോകാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്താണ് സെർച്ച് ഫോർ റോങ്ഫുള്ളി കൺഫൈൻഡ് പേഴ്സൺ സെക്ഷൻ 100 ഓഫ് ദ സംഹിതയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ ആണെങ്കിൽ റോങ്ഫുൾ ആയിട്ട് തടങ്കിലിട്ടിരിക്കുകയാണ്. അപ്പം ആ വ്യക്തിനെ സെർച്ച് ചെയ്ത് അദ്ദേഹത്തിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി മജിസ്ട്രേറ്റിനാണെങ്കിൽ ഒരു സെർച്ച് വാറണ്ടി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കിയത് എന്താണ്? സെർച്ച് വിത്ത് വാറന്റ് ആണ്. ഇനി നോക്കുന്നത് സെർച്ച് വിത്തൗട്ട് എ വാറന്റ് ആണ്. 2 കേസസ് ആണുള്ളത്. സെർച്ച് ഇൻ പ്രസൻസ് ഓഫ് മജിസ്ട്രേറ്റ് സെക്ഷൻ 108 ഓഫ് ദ സംഹിത, സെർച്ച് ബൈ പോലീസ് ഓഫീസർ സെക്ഷൻ 185 ഓഫ് ദ സംഹിതയാണ്. സെർച്ച് ഇൻ പ്രസൻസ് ഓഫ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഒരു സെർച്ച് ഡയറക്റ്റ് ചെയ്യും വാറന്റ് ഇല്ലാതെ. അതുപോലെ തന്നെ എന്താണ് മജിസ്ട്രേറ്റ് ആണെങ്കിൽ പേഴ്സണലി ആ സെർച്ച് ആണെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യും. സെർച്ച് ബൈ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോ സെർച്ച് കണ്ടക്ട് ചെയ്യാം വിത്തൗട്ട് വാറന്റ്. എങ്ങനെയാണ് അദ്ദേഹം സെർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സെർച്ച് വിത്തൗട്ട് വാറന്റ് കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് തോന്നുകയാണ് ഈ സെർച്ച് നടത്തുന്ന ആ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ് കിട്ടുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് വാറന്റ് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻജസ്റ്റിസിന് കാരണമാവും എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പോലീസ് ഓഫീസറിന് അല്ലെങ്കിൽ ഓഫീസർ ഇൻചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ ഒരു സെർച്ച് ആണെങ്കിൽ വിത്തൗട്ട് വാറന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ ഒരു സെർച്ച് നടത്തുമ്പോൾ നമ്മൾ ഏത് ഗ്രൗണ്ടിലാണ് ഈ സെർച്ച് നടത്തിയത്, അതുപോലെ തന്നെ ഏത് ഐറ്റംസ് ആണ് സെർച്ച് ചെയ്തത് എന്നുള്ളത് റൈറ്റിംഗിൽ ഇദ്ദേഹം റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഈ സെർച്ച് ആണെങ്കിൽ ഓഡിയോ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. പ്രിഫറബിളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ്. അണ്ടർ സെക്ഷൻ 105 ഓഫ് ദ സംഹിതയാണ്. അതുപോലെ തന്നെ ഈ സെർച്ച് ചെയ്ത് സീസ് ചെയ്ത ഐറ്റംസ് ഒരു വിറ്റ്നസിന്റെ മുൻപാകെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉള്ള കുറച്ച് വിറ്റ്നസിന്റെ മുൻപാകെ ലിസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഫുട്ടേജ് ആണെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന വിറ്റ്നസ് ചെയ്യുന്ന ആ വീഡിയോ ഫുട്ടേജ് മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്യണം. ഈ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഓഫീസറിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് ഒന്നെങ്കിൽ പേഴ്സണലി നടത്താം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഒരു സബോർഡിനേറ്റ് ഓഫീസർക്ക് റിട്ടൺ ഓതറൈസേഷൻ കൊടുത്തിട്ട് ആ സബോർഡിനേറ്റിനെ വെച്ച് ഇങ്ങനെ ഒരു സെർച്ച് കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സബോർഡിനേറ്റിന് ഒരു റിട്ടൺ ഓതറൈസേഷൻ കൊടുത്തിട്ടാണ് സെർച്ച് കണ്ടക്ട് ചെയ്യുന്നെങ്കിൽ അവിടെ റീസൺസ് റെക്കോർഡ് ചെയ്തിരിക്കണം. ഈ സെർച്ചിനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡ്സും മജിസ്ട്രേറ്റിന് വിതിൻ 48 hours സെൻഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒക്കുപ്പയറിന് ഒരു റൈറ്റ് ഉണ്ട് ഈ സെർച്ച് റെക്കോർഡിന്റെ കോപ്പി റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, സെർച്ച് ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷൻ ആണ്. സെക്ഷൻ 186 ഓഫ് ദ സംഹിതയാണ്. ദാറ്റ് മീൻസ് ഒരു പോലീസ് ഓഫീസറിന് ജൂറിസ്ഡിക്ഷൻ അല്ലാത്ത ഒരു ഐറ്റം ആണെങ്കിൽ സെർച്ച് ചെയ്യേണ്ട സാഹചര്യം, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പോലീസ് ഓഫീസറിന് ജൂറിസ്ഡിക്ഷൻ ഉള്ള ആ പോലീസ് സ്റ്റേഷനിൽ റിക്വസ്റ്റ് ചെയ്യാം ഇങ്ങനെ ഒരു സെർച്ച് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ഈ ഓഫീസറിന് തന്നെ ഡയറക്റ്റ്ലി സെർച്ച് കണ്ടക്ട് ചെയ്യാം. പക്ഷെ
ജൂറിസ്ഡിക്ഷൻ ഉള്ള ആ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ നമ്മുടെ സെർച്ചിന്റെ റെക്കോർഡ്സിന്റെ കോപ്പി എല്ലാം മജിസ്ട്രേറ്റിന് സെൻഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒക്കുപെയറിനും കോപ്പി പ്രൊവൈഡ് ചെയ്യണം. ഒക്കുപെയർ അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ജനറൽ റൂൾസ് ഫോർ സെർച്ച് നോക്കാം. സെക്ഷൻ 103 ഓഫ് ദ സംഹിതയാണ്. ഇപ്പം നമ്മുടെ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്താണ് സെർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ പോലീസ് ഓഫീസർ ഇങ്ങനെ ചോദിക്കും, ഞാനാണെങ്കിൽ എൻട്രി ചെയ്തോട്ടെ, ഞാൻ അകത്ത് കയറിക്കോട്ടെ എന്ന് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒക്കുപെയർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ആ പ്ലേസ് ഒക്കുപൈ ചെയ്യുന്ന ആ വ്യക്തി അത് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ പോലീസ് ഓഫീസറിന് വിൻഡോ അല്ലെങ്കിൽ ഡോറ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ അവിടെ ഉള്ള ആ വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ഒളിപ്പിച്ച് വെക്കുകയാണ് എന്ന് പോലീസ് ഓഫീസറിന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സണെ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഒരു വുമണിനെയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു വുമൺ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ വേണം. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു നമ്മുടെ സെർച്ച് വിത്തൗട്ട് വാറന്റിന്റെ അകത്ത് പോലീസ് ഓഫീസർ ആണെങ്കിൽ സെർച്ച് ഐറ്റംസ് ലിസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ വിറ്റ്നസ് ചെയ്യണമെന്ന്. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ എന്തുവാണ് 2 ലോക്കൽ റെസ്പെക്റ്റബിൾ പേഴ്സൺസ് വിറ്റ്നസ് ആയിട്ട് സെർച്ചിൽ ഉറപ്പായിട്ടും വേണം. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ വിറ്റ്നസ് ആയിട്ട് നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് റെഫ്യൂസ് ആകുകയാണെങ്കിൽ അദ്ദേഹമാണെങ്കിൽ സെക്ഷൻ 222 ഓഫ് BNS പ്രകാരം ഒരു ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്തുവാണ് ഒക്കുപയറിനോ നോമിനിക്കോ ഈ ഒരു സെർച്ചിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർക്ക് രണ്ടുപേർക്കും പ്രസന്റ് ആവാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെർച്ച് ലിസ്റ്റ് ആണെങ്കിൽ കോൺസിക്വൻസ് ഓഫ് ഇറഗുലർ ഓർ ഇല്ലീഗൽ സെർച്ച് ആണ്. സെക്ഷൻ 506 ഓഫ് ദ സംഹിത പ്രകാരം ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് ആണെങ്കിൽ അതോറിറ്റി ഇല്ലാതെ ഒരു ഗുഡ് ഇന്റൻഷനോട് കൂടി ഒരു വാറന്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ സെർച്ച് എന്ന് പറയുന്നത് ഇൻവാലിഡ് അല്ല. സെക്ഷൻ 507 സബ് ക്ലോസ് A ഓഫ് ദ സംഹിത പ്രകാരം ഇപ്പോൾ ഒരു അതോറിറ്റി ഇല്ലാത്ത ഒരു മജിസ്ട്രേറ്റ് ഒരു പോസ്റ്റൽ അല്ലെങ്കിൽ ടെലിഗ്രാഫ് അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ള ഒരു ഐറ്റം സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു വാറന്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് വോയിഡ് ആണ്. ഇപ്പോ ഒരു അതോറിറ്റി ഇല്ലാതെ ഒരു സെർച്ച് വാറന്റ് ഒരു വ്യക്തി ഇഷ്യൂ ചെയ്തു, നമ്മുടെ മജിസ്ട്രേറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ആ സെർച്ച് കണ്ടക്ട് ചെയ്യുന്ന പോലീസ് ഓഫീസറിനും അതോറിറ്റി ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആ സെർച്ച് ഇല്ലീഗലാണ്. ശ്യാംലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ലീഗൽ സെർച്ച് ആണെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ സെർച്ച് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രൊസീജിയർ ഫോളോ ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ട്രയൽ ഇൻവാലിഡേറ്റ് ആവത്തില്ല. പക്ഷെ ഈ സെർച്ച് വഴി സീസ് ചെയ്ത ആ എവിഡൻസിന്റെ വെയിറ്റേജിനെ അത് എഫക്ട് ചെയ്യും. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് നാദ്വർലാൽ ദാമോദർദാസ് സോണി എന്ന് പറഞ്ഞ ഈ കേസിന്റെ അകത്ത് കോർട്ട് ഹെൽഡ് ചെയ്യുന്നത് ഇപ്പൊ ഇല്ലീഗൽ സെർച്ച് ആണെങ്കിൽ പോലും ഒരു സീഷറിന്റെയോ ഇൻവെസ്റ്റിഗേഷന്റെയോ ട്രയലിന്റെയോ വാലിഡിറ്റിനെ അത് എഫക്ട് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഒക്കുപെയറിനാണെങ്കിൽ ഒരു അൺലോഫുൾ സെർച്ച് ആണെങ്കിൽ ലീഗലി തടയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇപ്പൊ ഒരു ഇല്ലീഗലായിട്ട് മീൻസ് ഇല്ലീഗൽ അതോറിറ്റി ഇല്ലാതെ ഇല്ലീഗലായിട്ട് ഒരു സെർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ എൻട്രി എന്ന് പറയുന്നത് ട്രസ്പാസ് ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. പോലീസ് ഓഫീസറിനെ വേണമെങ്കിൽ സ്യൂ ചെയ്യാം ഇതിന്റെ പേരിൽ. അതുപോലെ തന്നെ സെൽഫ് ഡിഫൻസ് ആയിട്ട് ഒക്കുപെയറിന് റീസണബിൾ ഫോഴ്സ് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്കാണെന്ന് തോന്നും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ബാക്കിയുള്ള ലീഗൽ സബ്ജക്ട്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് വേണ്ടി ഉറപ്പായിട്ടും ലെക്സ് ലെക്ചർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി